നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ രാവിലെ തന്നെ ഞാനും ചേട്ടനും കൂടെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മുടെ വണ്ടിയും കൊണ്ട് ചെറിയൊരു ഓട്ടമാണ് ഉള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ചാടി കയറി നമ്മുടെ ചെറുക്കന്റെ ഹോട്ട് സീറ്റിലേക്ക്. എന്നിട്ട് വണ്ടിയും സ്റ്റാർട്ട് ചെയ്ത് ഗിയറും മാറി നേരെ പോകുന്നത് നമ്മുടെ ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ബസ്സിന് കഷ്ടപ്പെട്ട് പോകാൻ പറ്റുന്ന അത്രയും ചെറിയ റോഡിലൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആൾക്കാരെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് പൂവാറ് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പൂവാറ് പള്ളിയിലുള്ളവരെയും കയറ്റിയിട്ട് പാമ്പുകാലിലും കാഞ്ഞിരംകുളത്തുള്ള ആൾക്കാരെയും കയറ്റി നമ്മൾ നേരെ പോയത് ബാലരാമപുരം പള്ളിയിലേക്ക്. ഈ വെള്ള കളറിലെ ഐഡന്റിറ്റി കാർഡൊക്കെ തൂക്കിയിട്ട് കണ്ടറാക്കി വിട്ടുകൊണ്ട് നിൽക്കുന്നതാണ് എന്റെ അമ്മയാണ് നമുക്ക് ഇന്ന് ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തത്. ആൾക്കാരെല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയുടെ പിറകിലുള്ള ഗ്രൗണ്ടിലേക്കാണ് പോയത്. ഗ്രൗണ്ട് കണ്ട വണ്ടി കറക്കണമല്ലോ, അതാണല്ലോ ശാസ്ത്രം. അങ്ങനെ ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പതുക്കെ വണ്ടി ഇറക്കി വണ്ടി പാർക്ക് ചെയ്തു. അപ്പോഴേക്കും ഓരോ ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞുകൊണ്ട് അമ്മയുടെ കോള് വന്നു. പിന്നെ നേരെ പള്ളിയുടെ മുന്നിൽ പോയപ്പോൾ അവിടെ കൊടിയേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ കൊടിയേറ്റത്തിന്റെ 5-6 അടിപൊളി ഫോട്ടോസ് ഒക്കെ ഫോണിൽ എടുത്തിട്ട് ഞാനും ചേട്ടനും കൂടെ ബസിന്റെ ഫ്രണ്ടിൽ വന്ന് പോസ്റ്റ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 2.5 മണിക്കൂർ പോസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മച്ചവരെ ഒന്ന് വണ്ടിയിലേക്ക്. പിന്നെ അമ്മയുടെ നേതൃത്വത്തിൽ ഓരോരുത്തരെയും അവരവരുടെ പള്ളികളിൽ കൊണ്ട് സേഫ് ആയിട്ട് നമ്മൾ ഇറക്കി. എന്നിട്ട് നമ്മുടെ ചെറുക്കനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷെഡിലേക്ക് പോയപ്പോഴാണ് അവിടെ മുഴുവൻ ഒരു ആൾക്കൂട്ടം കണ്ടപ്പോൾ ആദ്യം നമ്മളൊന്ന് ഞെട്ടിയെങ്കിലും അവിടെ നിന്നവരുടെ മുഖത്ത് കണ്ട പുഞ്ചിരി കണ്ടപ്പോൾ നമുക്ക് ആ ഞെട്ടലങ്ങ് മാറി. സംഭവം വേറൊന്നുമല്ല, ഇന്നലെ പെയ്ത മഴയിൽ ഷെഡിലെ മണ്ണെല്ലാം ഇളവി കിടക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ കൂടി റൂണി സാർ 34 സീറ്റ് ഷെഡിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാ. അങ്ങനെ പാർക്ക് ചെയ്ത വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് എടുക്കാൻ നോക്കിയപ്പോൾ ടയർ മൊത്തം കിടന്ന് കറങ്ങുന്നുണ്ടായി. ടയർ മണ്ണിൽ പുതഞ്ഞു എന്നുള്ള നഗ്നമായ സത്യം റൂണി സാർ അങ്ങനെ തിരിച്ചറിഞ്ഞു. അങ്ങനെ പിന്നെ ആൾക്കാരെല്ലാം കൂടിയപ്പോൾ ലോറിയിൽ കെട്ടി വലിക്കാൻ തുടങ്ങി. ലോറി വലത്തോട്ടും ഇടത്തോട്ടും പോകുന്നതല്ലാതെ 34 സീറ്റ് 1 ഇഞ്ച് പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ കാര്യം സംഭവിച്ചത്. ലോറിയുടെയും ബസിന്റെ ഇടയിൽ കെട്ടി വലിച്ചുകൊണ്ടിരുന്ന കയറങ്ങ് നൈസായിട്ട് പൊട്ടിപ്പോയി. എന്നിട്ടും പരാജയം സമ്മതിക്കാൻ നമ്മൾ തയ്യാറായിരുന്നു. അതല്ലെങ്കിലും ഇവിടെ ഉള്ളവർ അങ്ങനെയാണ്, എത്ര കിട്ടിയാലും പഠിക്കും. അങ്ങനെ പരാജയത്തിന് കാരണം ഈ ചെത്ത കയറാണെന്ന് എല്ലാവരും വിധി. പിന്നീട് അവിടെ കൂടിയിരുന്നതിൽ ആരോ ഒരാൾ വടം വലിക്കുന്ന വടവുമായിട്ട് വന്നു. ഇനി ഈ വടം കൂടി പൊട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അതിനെ ചുരുട്ടി മടക്കി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തങ്ങ് കെട്ടി. ഇപ്പം കൊണ്ടുവന്ന വടം ടൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാനൊരു കാര്യം ആലോചിച്ചു. വടമെല്ലാം ഉണ്ട്, പക്ഷെ ടയർ ഇപ്പൊ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ പതുക്കെ ടയറിന്റെ അവിടെ വന്നപ്പോൾ 4 ടയറും കുഴിയിലായി ഇരിപ്പുണ്ട്. ഇപ്പം കൊണ്ടുവന്ന പുതിയ വടത്തിന് ടൈറ്റ് ചെയ്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ കെട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് തള്ളിക്കൊടുക്കും. നമ്മുടെ വണ്ടിയുടെ മുന്നിൽ കെട്ടി വലിച്ച ലോറിയുടെ പവർ കൊണ്ടാണോ അപ്പു സാറിന്റെ തള്ളല് കാരണമാണെന്ന് പറഞ്ഞിട്ട് വണ്ടി നൈസായിട്ട്. അങ്ങനെ ഒരുപാട് പരാജയത്തിന് ശേഷം ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാദൗത്യത്തിൽ നമ്മൾ വിജയിച്ചിരിക്കും. രക്ഷാദൗത്യം വിജയിച്ചപ്പോഴാണ് അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ മുഖത്തെല്ലാം ഒരു പുഞ്ചിരി ഉണ്ട്. അങ്ങനെ പറഞ്ഞ് ശരിക്കും നമുക്ക് പണി കിട്ടി കേട്ടോ.